അസ്സലാമു അലൈക്കും പൊന്നാരഞ്ച മാണിക്കല്ലാളെ എഞ്ച പുകലാളെ എന്താ വർത്താനം സുഖമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാണ്. നമ്മൾ ഇന്നുള്ളത് പാലക്കാട്, അതും ആലത്തൂർ ഫിറോസിൻ്റെ വീട്ടിലേക്ക് വന്നാണ്. ഇവിടുത്തെ അവസ്ഥ ഒരുപാട് ആൾക്കാർ വിമർശിക്കണ്ടല്ലോ. ഇവിടുത്തെ ഒരവസ്ഥകൾ കാണണം. എത്ര രോഗികൾ അവിടെ വന്നിക്കണമെന്നുള്ളത് കാണണം. ഇഞ്ച മാണിക്കക്കല്ല് പുക്കല് ഞാൻ എപ്പോഴും പറയാം, ഞങ്ങളെ രണ്ടാളി എപ്പോഴും തെറ്റിച്ചാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷേ അത് കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. മനസ്സൊന്നാണെങ്കിൽ എവിടെയും ഒരു പ്രശ്നം. ഷജീറുണ്ട്. ഷജീറെ ഒന്ന് പറഞ്ഞ കുഞ്ഞാ. ഭയങ്കര അതായത് ഇത്രയും രോഗികൾ അവർക്ക് മനസ്സിലൊരു വിശ്വാസമുണ്ട് ഫിറോസ് ഖാൻ്റെ അടുത്ത് വന്ന ആ കാര്യങ്ങൾ ക്ലിയർ ആവുന്നത്. അത് കാരണം കൊണ്ടാണ് ഈ 15-ാം തീയതി ഇത്രയും ആളുകൾ, എത്രയെന്ന് പറയാനില്ല, അത്രയും ആളുകൾ 8:30 തുടങ്ങിയതാണ് ഈ രോഗികളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ഇപ്പോഴും ക്യൂവിൽ ആളുകൾ നിൽക്കുകയാണ്. അതൊക്കെ ജനങ്ങളിൽ ഉള്ളൊരു വിശ്വാസമാണ് ആ മനുഷ്യനിൽ. എത്ര രീതിക്ക് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ആരൊക്കെ ഉന്നയിച്ചാലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കുരു പൊട്ടി ഒലിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കി വിമർശിക്കുമ്പോൾ ഒരു ജാതിയും മതവും രാഷ്ട്രീയം നോക്കേണ്ട ആ വ്യക്തി ഇവിടെ ആളുകൾ വീഡിയോ ഫുള്ള് കണ്ടോളിയും വീടും കാര്യങ്ങളും അവിടെ നടക്കണൊക്കെ നിങ്ങൾക്ക് മാണിക്കല്ലാൾ പുകലാളെ കാണിച്ചു തരാം. അല്ല സജീറ ഏതാ ഷർട്ട്? പുള്ളിക്കുപ്പായം. പൂക്കള് ഷർട്ട് ഓന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെല്ലാം നടക്കണത് ഓന് ഇഷ്ടപ്പെടും. നന്ദി വാക്കില്ലേ കാണിച്ചു തരാട്ടാ. ആ ഏതാണ് സ്ഥലം? പ്രകൃതി രമണീയമായ ഇത് പാണ്ടിക്കാട് ഫൈസൽ അൽ മാണിക്കക്കല്ല് പുകല്. ഓന്റെ ജീപ്പിലാണെന്ന് ഞങ്ങൾ പോകുന്നുണ്ട്. അല്ലല്ല, ഇവിടെ വന്ന ആളുകൾക്കൊക്കെ ഭക്ഷണവും അതേപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ സജ്ജീകരണങ്ങളൊക്കെ ഫിറോസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ പ്രവാസി, അതായത് ജിദ്ദ ബക്കാല കൂട്ടായ്മയാണ് നമുക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. കാരണം അത്രയും കുടുംബങ്ങളാണ്. വെള്ളമായാലും ഭക്ഷണമാണെങ്കിലും രാവിലെ 6:30-ക്കും 7 മണിക്കും വന്നിട്ടുള്ള കുടുംബങ്ങളാണ്. ഇതൊക്കെ വലിയൊരു കാര്യമാണ്. സപ്പോർട്ട് ചെയ്യണം എല്ലാ ആളുകളും ആ മനുഷ്യനെ. അപ്പൊ നമ്മൾ കാണിച്ചു തരാനാണ് പോണി വീട്ടിലെ അവസ്ഥ. അവിടുത്തെ രോഗികളെയൊക്കെ ഒന്ന് നിങ്ങൾ കാണണം. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വിമർശിക്കണം. ഇതൊക്കെ ഒന്ന് കാണണം കുഞ്ഞാ. ഇതൊക്കെ വണ്ടി വിളിച്ചു കണ്ടേ പല പല ഭാഗത്തു നിന്നാണ് ഈ വന്നിക്കണത് രോഗികള്. ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇതൊന്ന് കണ്ട് നോക്കി നിങ്ങള് അതിന്റെ ഉള്ളിൽ കണ്ട് കയറുക. അവിടുന്നാണ് ഞാനും വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയാത്ത തൊണ്ടയിൽ നിലവിളികൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരുപാട് ജനങ്ങൾ ഈ എല്ലാ മുഖങ്ങളും ഈ വരെ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന എല്ലാ മുഖങ്ങളും നിങ്ങൾക്ക് ആ ഒരു സങ്കടം, ആ ദയനീയത കാണാം. അതിനെ ഏറ്റവും ആദരപൂർവ്വം, വളരെ ആദരപൂർവ്വം ഫിറോസ് കുന്നംപറമ്പിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവരോട് എങ്ങനെ നന്ദി പറയണം എന്ന് അറിഞ്ഞുകൂടാ. അത് ഇങ്ങനെ തന്നെയാണ്. കൊടുക്കണം. അവർക്ക് പാതി പൈസ കൊടുക്കാൻ പറ്റും. വാടക വീട്ടിലെ താമസിക്കുന്നു. എത്ര മക്കളാ? 3 പേര്. ഒരാണും 2 കുട്ടികൾ. അവനിപ്പോൾ തുണിക്കട നിൽക്കും. നോക്കിയിട്ട് പറയാം. പെണ്ണുങ്ങളെന്നാലും ഞാൻ നോക്കിയിട്ട് പറയാം. അവരെ കൊടുക്കാനുള്ള ആളുടെ ഫോൺ നമ്പറും ഉണ്ട്. അത് സർജറിക്ക് എത്രയാണ്? നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരുക്കില്ലേ? ഫുള്ള് സെറ്റല്ലേ? പെട്ടെന്നുണ്ടായ പരിപാടി. അപ്പൊ കണ്ടുകൊണ്ടുള്ള പരിപാടിയല്ല, അന്നെ സംഭവിച്ചോ? ഞാൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നെ സംഭവിച്ചെന്ന്. ജിജ മാണിക്കല്ലാണ്. അല്ല എന്താ നെയ്ച്ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ പാലക്കാടൻ പഠിപ്പിച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കാര്യങ്ങൾ എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെ ജിദ്ദ ബഗാല കൂട്ടായ്മ അൽ മാണിക്കക്കല്ലൂസ് അൽ പുഗലൂസ്. ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിക്കാത്തവരൊക്കെ കണ്ട് കയറി വരിട്ടോ. ഭക്ഷണം കഴിച്ചാണ്ട് പോകാം.
നിങ്ങൾ വിളിച്ചോളി. കാരണം അറിയോ, ഇത്രയും രോഗികളാണ് നിങ്ങൾ കണ്ടതല്ലേ. ഇതാണ് അവസ്ഥ. ഇതൊന്നും വിമർശിക്കുന്ന ആളുകൾക്ക് അറിയില്ല. ഈ രോഗങ്ങളുള്ള ആളുകൾ വരുമ്പോൾ ഈ വിമർശിക്കുന്ന ആളുകൾ കൂട്ടായിട്ട് ആ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇക്കാനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ കൊണ്ട് നമ്മളെ കഴിവ്. ആശിവിടെ ഭക്ഷണം വളമ്പുകയാണ്. നല്ല നെയ്ച്ചോറ്, പിന്നെന്താ ഇതില് കോഴി 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 കോഴി. നമ്മളെ നാട്ടിലെ മാണിക്കക്കല് അൽപ്പുക്കലാട്ടോ, വല്ലാത്ത അതേ ചിരിച്ച അത് മതി. കൊടുക്ക് കൊടുക്ക്. പക്ഷേ ഇതൊന്നും ഇപ്പൊ വിമർശിക്കുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ പറയുക, നമ്മളന്നും ഇന്നും നമ്മൾ പറഞ്ഞതാണ് മാണിക്കല്ലാണ് പക്കലാണ്. ആ മനുഷ്യന്റെ കൂടെ കട്ടക്ക് ഉണ്ടാവുന്നത് ഫുള്ള് സെറ്റാണ്. നമ്മളെ പിന്നെ ഒരു മുത്തുണ്ടോ കാജു കാജു ഇവിടെ വന്നാ കുഞ്ഞാ കാജുട്ടാ ഇജ്ജ് കഴിച്ചടാ. കഴിക്ക് കഴിക്ക് കഴിക്ക്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടോ. മുത്തുമണികളെ മാണിക്കക്കല്ലാണ് സംഭവം എന്ന് പറയും. നമ്മളാ നൂറില്ലേ വയനാട്ടിലത്തെ ആ മാണിക്കക്കല്ലാൽ പുകൽ ഇവിടെ ഉണ്ട്. അപ്പൊ നൂറിന് 2 വാക്ക് നൂറെ 2 വാക്ക് ഉരിയാടിയാലോ. അസ്സലാമലൈക്കും. ഹായ്. കുഞ്ഞാന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കുറേ പ്രവാസികൾ. ഞാൻ ഭയങ്കര ഫോളോവേഴ്സ് ആണല്ലോ കുഞ്ഞാനെ. എന്താ കാട്ടിന് വല്ലാത്ത ജാതിയാണ്. അപ്പോൾ പാലക്കാട് ശ്രീ ഫിറോസ് കുന്നുംപറമ്പിന്റെ വീട്ടിലാണല്ലേ. തുല്യതയില്ലാത്ത നന്മ ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ കാണാൻ ഇന്ന് 15-ാം തീയതിയാണ്. അദ്ദേഹം ഇന്നലെ രാത്രി 2 മണിക്ക് വന്ന് കിടന്നതാണ്. എന്നിട്ട് രാവിലെ 5 മണി മുതൽ ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ 100 കണക്കിന് ആളുകളുണ്ട്. 100 ഒരുപാടുണ്ട്. ഒരുപാട് ആളുകൾ. അത് എവിടുന്നൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് സങ്കടാവും സത്യം പറഞ്ഞാല്. സത്യം പറയാം. ഓരോ ആളുകളും എന്താണെന്നറിയോ, പിന്നെ ഈ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം പടക്കാൻ കാരണക്കാരായ റസൂലാണല്ലോ. അള്ളാന്റെ റസൂലുള്ള സമയത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ എത്ര ആളുകളുണ്ട്. നന്മ ചെയ്യുന്ന ആരെന്നെയായാലും എതിർക്കാൻ ഒരു പറ്റ ആളുകളുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ, അവർക്കെല്ലാം നല്ല ബുദ്ധി വരട്ടെ. അതായത് അവരും നന്മയുടെ അവരുടെ കഴിവ് അവർക്ക് അങ്ങനെ തിരിച്ചൂടെ. അവര് എഡിറ്റ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നത്. അതൊക്കെ ഒരു നന്മക്ക് വേണ്ടി ഉപയോഗിച്ച് ആർക്കെല്ലാം ഉപകാരം കിട്ടും. കുറച്ചും ഒരു കണ്ണാണത്താളോ നീ കണ്ടത് ഒരു കടവേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു എയ്ഡ്സ് രോഗി വന്നു, ഒരു പേഷ്യന്റ്. അത് പറയുന്നത് എനിക്ക് വീഡിയോ വരാൻ കഴിയില്ല, എന്റെ വൈഫിനും ഇതേ രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 100 കണക്കിന് ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട്, ചായ ഉണ്ട്. ഇവിടുത്തെ മെയിൻ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ജംഷീർ വടകരയില്, നമ്മുടെ ഷിഹാബ് പാലക്കാട്, അതുപോലെ തന്നെ ഷാജഹാൻ ആലത്തൂര്, ആഷിഖ് പള്ളിക്കല്, നുഹാസ്, അതുപോലെ തന്നെ ഷമീർ ആലത്തൂര്, ഈ സൗഹൃദങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. പാണ്ടിക്കാട് ഇതിലൊക്കെ ഈ വരുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഇവർക്ക് പ്രത്യേകിച്ച് വേണം. സർവശക്തനായ നാഥൻ ഇവരൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഫൈസൽ പാണ്ടിക്കാട് നമ്മളെ ഫിറോസ് സൗദി അറേബ്യ പോയാണ്ട് ദുബായ് പോയി ഇട്ടു. 75,000 എത്ര ദിർഹം കിട്ടിയാണ്ട് ഒരു സുഖമില്ലാത്ത ആളെ കൊടുന്നില്ല. ആളെ കൊടുത്ത ഇവനാണ്. ഇങ്ങോട്ട് വാ, ഇതാ മുത്ത്. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ജംഷീൻ. എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇവരൊക്കെ ആദ്യമായിട്ട് കാണുന്നേ ഫിറോസ് കുന്നുംപറമ്പിൽ ജന്മനാടായ ആലത്തൂര് ഒരു പ്രോഗ്രാം കട്ടായോ ചെല്ലടാ, നമുക്ക് ബാക്കി ചെരുപ്പ് വരെ ഇട്ടിട്ടില്ല അറിയും. കഴിഞ്ഞില്ലേ?
അവര് കാശായിട്ട് തരില്ല. അപേക്ഷ ഉണ്ടായോ കേട്ടോ, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോഴെങ്കിലും ആയെങ്കിൽ ഓരോ മനുഷ്യന്മാരെ ജീവിതകാലത്താൽ ഓടിപ്പാഞ്ഞിട്ട് കേസുമായിട്ട് വരുന്നത്. അത് നിങ്ങളവിടെ ആരെങ്കിലും ഒന്ന് കണ്ടൂടെ? സെയിൽസിന്റെ വർക്കിന് 4 ആളെ കണ്ടിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞങ്ങളെ വിളിക്കണ്ട കേട്ടോ. വലിയൊരു സഹായം നടക്കും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നത്? വീട്ടിലുള്ള മോള് എന്നെ നോക്കണ മോള് ഇവിടെ വന്നപ്പോ എന്താ വേണ്ടത്? എന്താ നിങ്ങൾക്ക്? വീടില്ല വീടിന്റെ കേസ് എവിടെ വീട്? എവിടെ വീട്? ഞങ്ങളെ ഇതിന് 30 വന്നിട്ടില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വന്നുപോയി. ഇന്നലെ അടക്കം വന്നു. ഇന്നലെ വന്നു, ഇവിടെ വന്നു. അപ്പൊ ഓഫീസിൽ ചെന്നപ്പോ ആള് പറഞ്ഞു നാളെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്ന ആർക്കാ ക്യാൻസർ? മഹലിൽ ലെറ്റർ പോയിട്ടുണ്ട്. അതൊക്കെ എവിടെ? ആ കത്തൊക്കെ എവിടെ? മഹലിൽ